നമുക്ക് ബാലന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് അൻസറി മുറ്റത്ത് നിൽക്കുന്ന സമയത്താണ് മിത്ര അങ്ങോട്ടേക്ക് വരുന്നത്. മിത്ര വന്നിട്ട് ചോദിച്ചു, അല്ല ആരും നിന്നോട് എന്തെങ്കിലും ചോദിക്കോ പറയോ മറ്റോ ചെയ്തെന്ന് ചോദിച്ചു. എന്ത്? എന്നോടൊന്നും ചോദിച്ചില്ല മിത്രേച്ചെന്ന് പറഞ്ഞു. അല്ല എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. അതെ, ആര് നിന്ന് ലോഡും കൊണ്ട് പോയായിരുന്നു. ലോഡും കൊണ്ട് പോയ സമയത്ത് അലോകിന്റെ ബൈക്കിന്റെ പിന്നില് ഒരു പെൺകുട്ടിയെ കണ്ടുപോലും. പിന്നെ ആ, വഴിക്ക് വെച്ച് അലോകിന്റെ കൂടെ ഒരു പെൺകുട്ടിയെ കണ്ടായിരുന്നു. അത് കേട്ടതും അൻസറിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. ആ സമയം ആരിന്റെ സംശയം അത് മോളാണെന്ന്. ഞാനാണെന്നോ? അതേനെ. എന്നോട് വിളിച്ചു ചോദിച്ചു അനുമോൾ അവിടെ ഉണ്ടോന്ന്. ഞാൻ പറഞ്ഞു പുറത്തെവിടെയോ പോയേക്കോന്ന്. അപ്പോഴേക്കും ആരിന് ആകെപ്പാടെ ടെൻഷനായി, സംശയം ബലപ്പെട്ടു. അതിനിപ്പം മോളാണോന്ന്. ഞാൻ പറഞ്ഞു ഒരിക്കലും അല്ല, അവൾ എന്തോ പ്രോജക്റ്റ് വർക്ക് ചെയ്യാനായിട്ട് ഫ്രണ്ട്സിനെ കാണാനായിട്ട് പോയിരിക്കുവാന്ന് പറഞ്ഞു. അപ്പോഴാ ലോകിനോട് സമാധാനമായത്. അല്ല വേറെന്തെങ്കിലും പറഞ്ഞോ? ഹും, അതെ, ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോ ആര്യം പറഞ്ഞത് പെൺകുട്ടിയുടെ മുഖം വ്യക്തമായിട്ട് കണ്ടിട്ടില്ലെന്നാ പറഞ്ഞേ. ഇച്ചിരി ദൂരെ വെച്ചാ കണ്ട്, അതുകൊണ്ട് വ്യക്തമായിട്ട് അറിയാൻ പറ്റിയില്ലെന്ന്. പക്ഷെ എന്നോട് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോ തന്നെ പറഞ്ഞു, എന്താണ് നമ്മുടെ മോള അനുശ്രീ അല്ല എന്ന്. കാരണം അനുശ്രീക്ക് ഒരിക്കലും അലോകിന്റോടൊപ്പം അങ്ങനെ കറങ്ങി അടിച്ച് നടക്കാൻ പറ്റില്ലെന്നറിയാം. അവന്റെ സ്വഭാവമൊക്കെ നന്നായിട്ട് അറിയാവുന്നതല്ലേ. അതുകൊണ്ട് അങ്ങനെ ഒരു ചീത്ത സ്വഭാവത്തില് നമ്മുടെ അനുമോള് പോകത്തില്ലെന്ന്. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ആരിന് വിശ്വാസം വന്നു. പക്ഷെ ഇനിയിപ്പോ എന്തെങ്കിലും ഒരു ദിവസം അലോകിനോടൊപ്പം ആ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആരും പിടികൂടും. കാരണം ആരിന് സംശയം ഉണ്ടായിരുന്നല്ലോ മനസ്സിൽ. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോ അനുസരിക്ക് ഒരു കാര്യം മനസ്സിലായി. തന്റെ കാര്യത്തിൽ തീരുമാനമായി. തന്നോ അലോകിനും കൂടെ ഒരുമിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ഇനി ആരും ചേട്ടൻ വെറുതെ വിടത്തില്ലെന്ന്. അൻസരയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അൻസര ഇങ്ങ് തിരിഞ്ഞു നിൽക്കുകയാണ്. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, അതെ മോള് വിഷമിക്കൊന്നും വേണ്ടെന്നേ. ആന്റെ ഒരു സംശയം തോന്നിയതാ. എനിക്കറിയാലോ ഞങ്ങളുടെ കുട്ടി ഇങ്ങനെയൊന്നും പോകത്തില്ലാന്ന്. വേണ്ടാത്ത രീതിയിൽ ചിന്തിക്കുന്നില്ല, പോകത്തില്ലാന്ന് അറിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് മിത്ര അങ്ങോട്ട് കയറിപ്പോയി. അനുസരിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. എന്റെ ഭഗവാനെ, തന്റെ അലോകിന്റെ കാര്യങ്ങൾ ഈ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ഭൂകമ്പം തന്നെ ഉണ്ടാക്കാൻ പോകുന്നെന്നുള്ള കാര്യം അനുസരിക്ക് മനസ്സിലായി. കുറച്ച് കഴിഞ്ഞപ്പോ ആനന്ദ് ശ്രീദേവിക്ക് ചൂട് പരിപ്പുവടയൊക്കെ കൊണ്ടേ കൊടുക്കണം. അങ്ങനെ വാഴയിലേക്കകത്ത് പൊതിഞ്ഞ പരിപ്പുവട അത് കിട്ടിക്കഴിഞ്ഞപ്പോ ശ്രീദേവിക്ക് സന്തോഷമായി. ശ്രീദേവി സന്തോഷത്തോടെ ഇത് കഴിക്കണം. അതിങ്ങനെ ആനന്ദ് നോക്കി നിൽക്കുക. പിന്നീട് ആനന്ദ് ചോദിച്ചു, അല്ല കുഞ്ഞിന് സന്തോഷമായി കാണുമല്ലോ എപ്പോ ഇല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു, അതെ കുഞ്ഞിന് സന്തോഷമായെന്ന് ആനന്ദേടൻ തന്നെ കുഞ്ഞിനോട് ചോദിക്കണം. അതിപ്പോ ഞാൻ എങ്ങനെ ചോദിക്കാം? പെട്ടെന്ന് ശ്രീദേവി ആനന്ദിന്റെ കൈയെടുത്തന്റെ വയറുമേലേക്ക് വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി ചോദിക്ക കുഞ്ഞിന് സന്തോഷമായെന്ന്. അപ്പൊ കുഞ്ഞ് പറയൂന്ന് പറയണ. അത് കേട്ടപ്പോ ആനന്ദ് ഒരു നിമിഷം ശ്രീദേവി നോക്കി. എന്നിട്ട് ചോദിച്ചു, അല്ല ചവിട്ടും തൊഴിയൊന്നും ഇല്ലല്ലോ എന്ന് പറയണ. ചവിട്ടും തൊഴിയോ? ആനന്ദനോട് ആരാ പറഞ്ഞേ ചവിട്ടും തൊഴി ഇപ്പൊ ഉണ്ടാവുന്ന? അതെ, ഞാൻ ഈ സിനിമയ്ക്കകത്താ കാണുന്നത്. അതിപ്പോഴല്ല ആനന്ദേട്ടാ, 7-8 മാസം കഴിയണമെന്ന് പറയണ ചവിട്ടും തൊഴിയൊക്കെ തുടങ്ങണമെങ്കിൽ. ഇപ്പോഴതിനൊന്നും സമയമായിട്ടില്ല. ആനന്ദേട്ടൻ വയറ്റുണ്ടായിരുന്ന സമയത്ത് ഭയങ്കര ചവിട്ടും തൊഴിയൊക്കെ ആയിരുന്ന അമ്മ പറഞ്ഞെന്ന് പറഞ്ഞു. ഈ സമയത്ത് ആനന്ദ് ശ്രീദേവി ഒന്ന് നോക്കുകയാണ്. പിന്നീട് ശ്രീദേവി പറഞ്ഞു, അതെ ആനന്ദേട്ടൻ എനിക്കൊരു പുസ്തകം വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ പുസ്തകത്തിനകത്തുണ്ട് അമ്മയുടെ ചിന്തകളും കാര്യങ്ങളും എല്ലാം കുഞ്ഞിനെ ഇപ്പൊ സ്വാധീനിക്കുമെന്ന്. അത് കേട്ടപ്പോ ആനന്ദ് പറഞ്ഞു, അതെനിക്കറിയാം. അതുകൊണ്ട് ദേവി നീ ഒരു കാര്യം ചെയ്യണം. ഒരിക്കലും എനിക്ക് കള്ളത്തരം പറയരുത്. എന്റെ കുഞ്ഞിനെ എനിക്ക് സത്യസന്ധനായിട്ട് വളർത്തണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ദേവിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. ദേവി ആനന്ദിനെ ഒന്ന് നോക്കി. എനിക്കറിയാം ആനന്ദേട്ടാ, ആനന്ദേട്ടന്റെ മാനസിക വിഷമം എന്താന്ന് എനിക്കറിയാം. ഞാൻ ഇനി കള്ളത്തരം പറയില്ല. പക്ഷെ അന്ന് ഞാൻ ആനന്ദേട്ടൻ അങ്ങോട്ട് ചതി ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്റെ നിസ്സഹായാവസ്ഥ മൂലമായിരുന്നു. എനിക്ക് ആനന്ദേട്ടന്റെ സത്യങ്ങളൊക്കെ തുറന്നു പറയണമെന്നുണ്ടായിരുന്നു. പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ പിന്നെ എനിക്ക് തോന്നി ആനന്ദേട്ടനെ എനിക്ക് നഷ്ടപ്പെടുവോന്ന്. എനിക്ക് ആനന്ദേട്ടനെ നഷ്ടപ്പെടുത്താനായിട്ട് ഒരുക്കമായിരുന്നില്ല. കാരണം ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഒരു നല്ല ജീവിതം എന്തെന്ന് ഞാൻ അറിയണ പോലും. ഈ വീട്ടിലെ അമ്മയും എൻ്റെ അനുജത്തിമാരെ ഒത്തിരി എനിക്ക് ഇഷ്ടമായിരുന്നു. ഒരുപക്ഷെ അവരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഈ വീട് വിട്ടു പോവാനായിട്ട് ഞാൻ തയ്യാറായിരുന്നില്ല. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു പറഞ്ഞു. അതുകൊണ്ട് ആനന്ദേട്ടാ, ഞാൻ ആനന്ദേട്ടനോട് സത്യങ്ങളൊക്കെ പറയാതിരുന്നേ. ഞാൻ അത്രമാത്രം ആനന്ദേട്ടനെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോഴും അതെ, എപ്പോഴും അതെ എന്നൊക്കെ ഇങ്ങനെ ശ്രീദേവി പറയണം. ശ്രീദേവിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. പെട്ടെന്ന് ശ്രീദേവി തന്നെ പറഞ്ഞു, അതെ ഈ സമയത്ത് അമ്മമാരുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് സഹിക്കില്ല, അവർക്ക് സങ്കടമാവെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, വേണ്ട ദേവി, നീ കരയുമൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞ് ആനന്ദ് ശ്രീദേവിയെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ബാലനും ഗോമതി എല്ലാവരും കൂടി സംസാരിക്കുകയാണ്. ആ സമയത്ത് മീനാക്ഷി ഗൂഗിളിനകത്തൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട് ഈ ദേവിമല ക്ഷേത്രത്തെക്കുറിച്ച്. അങ്ങനെ സെർച്ച് ചെയ്തിട്ടും ദേവിമല ക്ഷേത്രം എവിടെയാണെന്ന് കിട്ടുന്നില്ല. അപ്പോഴേക്കും മീനാക്ഷി ചോദിച്ചു, അല്ലമ്മേ ഈ ദേവിമല ക്ഷേത്രം തന്നെയാന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ടോന്ന് ചോദിച്ചു. അതേന്നെ അങ്ങനെ തന്നെയാണ് ആ കൈനോട്ടക്കാരി പറഞ്ഞു. അല്ല മിത്രയെന്ന് ചോദിച്ചു. അതെ പേരങ്ങനെ തന്നെയാ പറഞ്ഞ്. അനുസരിച്ച് പറഞ്ഞു, ഞാനും ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്ത് നോക്കി, പക്ഷെ അങ്ങനെ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് ഒരു വിവരം ഇല്ലെന്ന് പറഞ്ഞു.
അത് കേട്ടതും ഗോമതി പറഞ്ഞു, എനിക്ക് ഉറപ്പാ അങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന്. ബാലൻ പറഞ്ഞു, അല്ല അങ്ങനെ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് അറിയത്തില്ലോ ഗോമതി, വഴി എവിടെയാ എങ്ങനെയാന്നൊക്കെ നിനക്ക് അറിയാവുന്ന ചോദിച്ചു. അതൊക്കെ കൈനോട്ടക്കാരി പറഞ്ഞു തന്നിട്ടുണ്ട്, അവര് കള്ളത്തരം പറയത്തൊന്നുമില്ല. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, പോയി നോക്കിയാ പോരേന്ന് ചോദിച്ചു. ആ സമയത്ത് ബാലൻ പറഞ്ഞു, അതിന് വഴിയും കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് നിനക്കറിയാവോ? ചിലപ്പോ അവര് വെറുതെ പറഞ്ഞായിരിക്കും എന്ന് പറഞ്ഞു. ഏയ് അങ്ങനെയൊന്നും അല്ല ബാലേട്ട, 500 രൂപ കൊടുത്തിട്ട് അവര് വാങ്ങിയത് പോലും ഇല്ല. അങ്ങനെയാണെങ്കിൽ അവര് പൈസ വാങ്ങണ്ടായിരുന്നല്ലോ, പൈസയ്ക്ക് വേണ്ടി പറയുന്നതാണെങ്കിൽ. ഇത് കേട്ടപ്പോ ധർമ്മം പറഞ്ഞു, എന്റെ ചേച്ചി, ഈ പറയുന്ന ദേവിമല ക്ഷേത്രത്തിലെ ഏതോ ഒരു പോറ്റിയെ കാണാനല്ലേ പറഞ്ഞേ? അതെ, സ്വാമി പോറ്റിയെ. അവിടെ ചെന്നുമ്പത്തിന് അയാൾ കുറെ പൂജകളും വഴിപാടുകളും ഒക്കെ പറയും, ലക്ഷങ്ങളെ. ഈ കൈനോട്ടക്കാരിക്ക് അയാൾ പൈസ കൊടുക്കുമായിരിക്കും. ചേച്ചിയുടെ 500 രൂപ കിട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല, അതിനേക്കാളും ഇരട്ടി തുകയായിരിക്കും കൊടുക്കാൻ പോകുന്നേ. അപ്പൊ പിന്നെ എന്തിനാ ചേച്ചിയുടെ 500 രൂപ? ഇതൊക്കെ ഒരു ഊടായിപ്പല്ലേന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗോമതിക്ക് ദേഷ്യം വന്നു. ഗോമതി പറഞ്ഞു, അതെ, നിന്നെ കൂട്ടിക്കൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോകാന്നാ ഞാൻ കരുതിയിരുന്നത്, പക്ഷേ ഇനി വേണ്ട, നീ എന്റെ കൂടെ വരണ്ടാന്ന് പറഞ്ഞു. അയ്യോ ചേച്ചി, അങ്ങനെ പറയരുത്, വേണ്ടാന്ന് പറയണം. ബാലേട്ടാ, ബാലേട്ടൻ എന്നോടൊപ്പം ഒന്ന് വരുമോന്ന് ചോദിച്ചു. അത് പിന്നെ ഗോമതി, എനിക്ക് കടയിൽ തിരക്കുണ്ട്, വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, വേണ്ട, വരണ്ടാന്ന് പറയണം. ആ സമയം ശ്രീദേവി ചോദിച്ചു, അല്ല അമ്മ പിന്നെ എങ്ങനെയാ പോകാൻ ഉദ്ദേശിക്കുന്നേ? അതെ, ഞാൻ തനിച്ചു പോയിക്കോളാം. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, തനിച്ചു പോകണ്ടെന്ന് പറഞ്ഞു. മീനാക്ഷി പറഞ്ഞു, അമ്മയുടെ ഞാൻ വരാന്ന് പറയണം. മീനു, നീ എൻ്റെ കൂടെ വരുവോ? ഞാൻ വരാമേ. അമ്മയ്ക്ക് എന്നെ വിശ്വാസം ഇല്ലേന്ന് ചോദിച്ചു. വിശ്വാസം, അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ പോവാട്ടോ. കോമതിക്ക് ഭയങ്കര സന്തോഷമായി. എത്രയും പെട്ടെന്ന് ദേവിമല ക്ഷേത്രത്തിലേക്ക് പോകണം, അവിടെ പോയി സ്വാമി പോറ്റിയെ കാണാം, പ്രശ്നങ്ങൾക്കൊരു പരിഹാരമൊക്കെ ഉണ്ടാക്കണം എന്നൊരു ചിന്തയൊക്കെയായിരുന്നു മനസ്സ് നിറയെ ഉണ്ടായിരുന്നേ. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം മീനാക്ഷിയും ഗോമതിയും കൂടെ ദേവിമല ക്ഷേത്രത്തിലേക്ക് പോവാണ്. ഒരു ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. കുറെ ദൂരെ യാത്ര ചെയ്തു. ക്ഷേത്രം എവിടെയാന്ന് അറിയത്തില്ല. ഒരു മൺപാതയെ കൂടെ ഓട്ടോറിക്ഷ പോയിക്കൊണ്ടിരിക്കുന്നത്. വണ്ടിക്ക് പോയി ശരിക്കും പോകാൻ പറ്റുന്ന വഴിയായിരുന്നില്ലത്. കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞു, അല്ലേ ചേച്ചി, 10-40 മിനിറ്റ് ആയല്ലോ, ഇതെന്താ നമ്മൾ വീണ്ടും ഇവിടെ തന്നെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുവല്ലോ, ഇവിടെ തന്നെയാണോ സ്ഥലം എന്ന് ചോദിച്ചു. അതെ, ഇവിടെ തന്നെയാന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഓട്ടോക്കാരൻ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഒരാൾ നടന്നു പോകുന്നുണ്ട്. ഇയാളോട് ചോദിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അയാളോട് ചോദിക്കുകയാണ് ദേവിമല ക്ഷേത്രത്തെക്കുറിച്ച്. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, അങ്ങനെ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് എനിക്ക് അറിയില്ലോ എന്ന് പറഞ്ഞു. അറിയില്ലെന്നോ? അതെ, ഞാനേ ഇവിടുത്തുകാരനാണ്, പക്ഷെ എനിക്ക് അറിയത്തില്ല. അപ്പുറം ഒരു ആഞ്ജനേയ ക്ഷേത്രമുണ്ട്, പക്ഷെ അതല്ലാതെ ദേവിമല ക്ഷേത്രത്തെക്കുറിച്ച് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഗോമതി പറഞ്ഞു, ഇവിടെ തന്നെയാന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ക്ഷേത്രത്തിന്റെ പേര് മാറിപ്പോയി, അല്ലെങ്കിൽ സ്ഥലം മാറിപ്പോയി. ഇവിടെ അങ്ങനെ ഒരു ക്ഷേത്രം ഇല്ല എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ട് പോയി. അപ്പോഴേക്കും ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞു, ചേച്ചി, നമുക്ക് തിരികെ പോയാലോ എന്ന് ചോദിച്ചു. തിരികെ പോവാന്? അതെ, ഇനി ഇവിടെ വന്നിട്ട് കറങ്ങിയിട്ട് കാര്യമില്ല. ഗോമതി പറഞ്ഞു, നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോവാം. മുന്നോട്ട് പോയതുകൊണ്ട് എന്താ പ്രയോജനം ഇരിക്കുന്നേ? അങ്ങനെ ഒരു ക്ഷേത്രം ഇല്ലെന്നല്ലേ പറയണേ? മീനാക്ഷി പറഞ്ഞു, അതേ അമ്മേ, അമ്മയ്ക്ക് ചിലപ്പോൾ തെറ്റുപറ്റി പോയതായിരിക്കും, ചിലപ്പോൾ കൈനോട്ടക്കാരിക്കും തെറ്റുപറ്റിയതായിരിക്കും. അങ്ങനെ ഒരു ക്ഷേത്രമില്ലേ, നമ്മൾ എവിടെ പോയി അന്വേഷിക്കാനായിട്ടാ? മീനു, ആ കൈനോട്ടക്കാരി ഒരു കാര്യം പറഞ്ഞായിരുന്നു, അവിടെ പോയി സ്വാമി പോയിട്ട് കാണണമെന്ന്. കാണാൻ ഇത്തിരി പ്രയാസമെന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ കാണുവാണെങ്കിലോ അതും കൊണ്ട് പ്രയോജനം ഉണ്ടാകത്തുള്ളൂന്ന്. ചിലപ്പം നമ്മളെ വഴിതെറ്റിച്ച് വിടാനായിട്ട് നോക്കുന്നതാണെങ്കിലോ. അതുകൊണ്ട് നമുക്ക് അവിടെ എത്തണം. ഇനിയിപ്പം മീനു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും ഞാൻ അന്വേഷിച്ച് ആ ദേവിമല ക്ഷേത്രം കണ്ടെത്തുക തന്നെ ചെയ്യും. പിന്നീട് ഓട്ടോറിക്ഷ കണ്ടു പറഞ്ഞു, വണ്ടി എടുക്കാൻ പറയണം. സ്റ്റാർട്ട് ചെയ്തിട്ട് ഓട്ടോ സ്റ്റാർട്ട് ആവുന്നില്ല. ആകെപ്പാടെ കൺഫ്യൂഷൻ ആയിപ്പോയി. ശ്രീദേവിക്കും ഗോമതിക്കും എന്ത് ചെയ്യണമെന്ന്. ശ്രീദേവിക്കല്ല, മീനാക്ഷിക്കും ഗോമതിക്കും എന്ത് ചെയ്യണമെന്ന്. എന്താണെങ്കിലും പിന്നീട് ഓട്ടോ സ്റ്റാർട്ടായി. അത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു, നമ്മളിവിടെ ഭഗവാൻ ഉണ്ടമ്മേ, അതുകൊണ്ടല്ലേ ഓട്ടോറിക്ഷ സ്റ്റാർട്ടായി എന്നൊക്കെ പറഞ്ഞു. അവർ വീണ്ടും യാത്ര തുടരുവാണ്. ഇതേ സമയത്ത് സുകന്യ നേരെ കൃഷ്ണമംഗലത്തേക്ക് ചെല്ലുവാണ്. അപ്പോഴേക്കും രാജശ്രീ ചോദിച്ചു, എന്തൊക്കെയുണ്ട് സുകന്യ വിശേഷങ്ങൾ? ഒന്നും പറയാതിരിക്കുന്ന ഭേദം. ഞാൻ മരിച്ച ജീവനോടെ ഒന്ന് വന്നാന്ന് പറയണം. അതെന്താ കാര്യം? എന്റെ പൊന്നോ, ലോകത്തുള്ള സർവ്വ ലേഹ്യങ്ങളും ഞാൻ വെറുത്തുപോയി. ഒരു ലേഹ്യം കുടിക്കാൻ പോയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നൊക്കെ പറയണം. പിന്നീട് കാര്യങ്ങളൊക്കെ പറയാം. അത് കേട്ടതും രാജശ്രീ പറഞ്ഞു, അത് കൊള്ളാലോ, എന്നിട്ട് നിനക്ക് വേറെ പ്രശ്നമൊന്നുമില്ലോ അല്ലേ? ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ല, ദേവമംഗലംകാരൊക്കെ എന്ത് പറയണു? അവിടെ എല്ലാരും ഭയങ്കര ടെൻഷനില്ല രാജശ്രീ ചേച്ചി എന്ന് പറയണം. ടെൻഷനോ? അതെന്താ? അത് കേട്ടോണ്ടാണ് അച്യുതൻ അങ്ങോട്ടേക്ക് വരുന്നേ. അതെ, അവിടെ എല്ലാവർക്കും പേടിയാ, എന്തോ അപകടം സംഭവിക്കാൻ പോകുന്നു പറഞ്ഞിട്ട്. അപകടമോ? കഴിഞ്ഞ ദിവസം ഒരു കൈനോട്ടക്കാരി വന്നിട്ട് എന്തൊക്കെയോ ഗോമതി ചേച്ചിയോട് പറഞ്ഞു, ഈ കുടുംബത്തിൽ ആർക്കും ഒരു ആപത്ത് സംഭവിക്കാൻ പോകുന്നെന്ന്. ഗോമതി ചേച്ചി ടെൻഷനില്ല. ക്ഷേത്രത്തിലേക്ക് പോയേക്കോ, എന്തൊക്കെയോ പൂജകളും വഴിപാടുകളും നടത്താൻ വേണ്ടിയിട്ട്. ക്ഷേത്രത്തിൽ പോയി തിരുമേനിയെ കാണണം പോലും. ആഹാ, അത് കൊള്ളാലോ എന്ന് അച്യുതനും പറഞ്ഞു. അവരുടെ ചില കണക്കൂട്ടലുകളൊക്കെ മനസ്സിൽ നടത്തുവാണ്. ആ സമയത്ത്
ഗോമതിയും മീനാക്ഷിയും കൂടെ ഓട്ടോറിക്ഷയിൽ പോവാണ്. കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി പറഞ്ഞു ഇവിടെ നിർത്താൻ പറയണം. അപ്പോഴേക്കും ഓട്ടോറിക്ഷക്കാരൻ ചോദിച്ചു അല്ല സ്ഥലം എത്തിയോ ചോദിച്ചു. അതെ ഇപ്പുറത്തൊരു വഴി കാണുന്നുണ്ടല്ലോ, നമുക്ക് ആ വഴി ഒന്ന് പോയി നോക്കാന്ന് പറഞ്ഞു. ശരി. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു ഇവിടെ തന്നെ ആയിരിക്കുമോ, എനിക്ക് തോന്നുന്നുണ്ട് മോളെ ഈ വഴി പോയാൽ മതിയായിരിക്കുമെന്ന്. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു, കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പത്തിന് ഓട്ടോറിക്ഷയുടെ ബ്രേക്ക് പോയി. ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ടു പോവാണ്. ആ സമയത്ത് ഓട്ടോക്കാരൻ പറഞ്ഞു ഓട്ടോറിക്ഷയുടെ ബ്രേക്ക് പോയെന്ന് പറയണം. വണ്ടിയെല്ലാം കുലുങ്ങി കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിയും ഗോമതിയും പേടിച്ചു പോയി. ഗോമതി പറഞ്ഞു ദേ ചേട്ടാ സൂക്ഷിച്ച് വണ്ടി ഓടിക്കാൻ പറയാ. എങ്ങനെ സൂക്ഷിച്ച് വണ്ടി ഓടിക്കാനാ, വണ്ടിയുടെ ബ്രേക്ക് പോയിരിക്കുക, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ഒരു വിധത്തില് അയാള് വണ്ടി നിർത്തുവാണ്. പിന്നീട് രണ്ടുപേരോടും കൂടെ ഇറങ്ങാൻ പറഞ്ഞു. ഗോമതിയോടും മീനാക്ഷിയോടും കൂടെ ഇറങ്ങാൻ പറഞ്ഞു. എന്തിനാ, എന്താ കാര്യം എന്താ ഏട്ടെന്ന് മീനാക്ഷി വെച്ചു. നിങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറഞ്ഞു. ഇറങ്ങി. അതെ ഞാനേ വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ടാ ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്നത്. നിങ്ങൾ കയറിയപ്പോൾ മുതൽ ഓരോ ശകനങ്ങളാ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നെ കൊണ്ട് പറ്റില്ല, നിങ്ങൾ ഇനി എങ്ങനെ വേണമെങ്കിലും പൊയ്ക്കോ. രാവിലെ തൊട്ട് ഓട്ടം തുടങ്ങിയതല്ലേ, ഒരിടത്തും എത്തിയിട്ടില്ലോ എന്ന് പറഞ്ഞു. ഗോമതി പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നതെന്ന് ചോദിച്ചു. നിങ്ങൾ എങ്ങനെ എവിടെ പോയാലും എനിക്ക് പ്രശ്നമില്ല, എന്നെ വെറുതെ വിട്ടേക്ക്, എനിക്ക് എന്റെ ജീവനാ പ്രധാനം എന്ന് പറഞ്ഞു. എനിക്ക് ഭാര്യയും മക്കളൊക്കെ ഉള്ളാന്ന് പറഞ്ഞു. ആ സമയം മീനാക്ഷി പറഞ്ഞു ചേട്ടാ ഞങ്ങൾക്ക് ഈ സ്ഥലമൊന്നും അത്ര പരിചയമൊന്നുമില്ല, അപ്പൊ ഒന്നും അല്ലാത്തടത്ത് ഞങ്ങളെ നിർത്തിയാൽ എന്താ ചെയ്യുന്നത്, നിങ്ങൾ എന്തേലും ചെയ്യുക, ഞാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പോകാൻ ഒരുങ്ങുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.